ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹൻ ഫാഷൻ ടേക്ക് എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളായ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഗൻസ റിബൺ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലോ മോഷനിലൊന്ന് അടിപൊളി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് പെറ്റൽസ് വാരി എറിഞ്ഞാണ്, ഒന്നും ശരിയായില്ല. നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഓർഗൻസ റിബൺ വെച്ചിട്ട് ഇങ്ങനത്തെ, അതായത് കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി മടക്കി കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട അളവ് ആ ഒരു അളവിന് വെച്ചിട്ട് മടക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ കുറേ പെറ്റൽസ് കിട്ടും. ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ള ടൈപ്പ് ഓർഗൻസ റിബൺസ് ഒക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി കുറേ പെറ്റൽസ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 2 പെറ്റൽസ് ഞാൻ മേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഒരു ഷേപ്പ് മുകളിലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത അത്രയും ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഓർഗൻസ റിബണാണ്, ഒത്തിരി ചൂടടിച്ചിട്ടുണ്ടെങ്കിൽ ഉരുകിപ്പോകും, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് കോർത്തെടുക്കണം. അതിന് ആദ്യം ഒന്ന് നടു മടക്കി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഈക്വലായിട്ട് അപ്പുറവും ഇപ്പുറവും ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ മൊത്തം റിബൺസ് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ സാറ്റിൻ്റെ റിബൺ ആണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. പക്ഷേ ഓർഗൻസ ഈ ഡോട്ടും കൂടെ വരുന്ന ടൈപ്പ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഉരുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 1-2 പെട്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നന്നായിട്ട് പൊള്ളൽ കിട്ടിയോണ്ടാണ് പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും സേഫ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മൊത്തം നമുക്ക് കോർത്തെടുക്കണം. എത്ര വലുത് വേണോ അത്രയും പെറ്റൽസ് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് ഇതിലൊക്കെ വെച്ചിട്ടാണ് പെറ്റൽസിൻ്റെ നീളം എടുത്തേക്കുന്നത്. കുറേയും കൂടി വലിയ പെറ്റൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് 2 ഇഞ്ചൊക്കെ എടുക്കുക. ചെറുത് മതി എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 1 ഇഞ്ച് എടുക്കുക കേട്ടോ. അതിൽ കുറച്ച് എടുത്താൽ നമുക്ക് ഭയങ്കര തീരെ കുഞ്ഞു ഫ്ലവേഴ്സേ കിട്ടുള്ളൂ. അതുകൊണ്ട് 1 ഇഞ്ചൊക്കെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കോർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കുറേ മെറ്റീരിയൽസ്, അതായത് ഈ സെയിം മെറ്റീരിയൽസ് വെച്ചിട്ട് കുറേ ബോൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ വീഡിയോസ് കിട്ടും കേട്ടോ. ഒത്തിരി വീഡിയോസ് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു വിലയ്ക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിന് നമുക്ക് 2 ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം. അതിന് ഇതേപോലെ എടുക്കുക. എത്ര വലിപ്പത്തിൽ വേണോ അത്രയും വലിപ്പത്തിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഞാൻ 4 ലീഫ് എനിക്ക് വേണം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 4 ലീഫിന് വേണ്ടത്. ഓക്കെ, അപ്പം അത്ര മെറ്റീരിയൽ അല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേസ്റ്റ് ചെയ്യേണ്ട, കറക്റ്റ് 4 അളന്നെടുക്കാം എന്നുള്ള കാര്യം. അപ്പോൾ കറക്റ്റ് 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉരുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ലീഫൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പല ടൈപ്പ് ഓഫ് ലീഫ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ ഏത് ഫ്ലവറിന് സ്യൂട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ലീഫുകൾ മേക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഈസി ലീഫ് മേക്കിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അപ്പുറത്തെ സൈഡ്, അതായത് 3 സൈഡും ഒരേ രീതിക്ക് കുട്ടി കുട്ടി സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ നൂലിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, അങ്ങനെ ഇട്ട് ഒരു ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു വശം വെറുതെ വിടുക. ഓക്കെ, ഇതേപോലെ കിട്ടും. കണ്ടില്ലേ, രസമല്ലേ? ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ വെക്കാനുള്ള 2 ലീഫായി. സെയിം തന്നെ അപ്പുറത്തെ സൈഡിൽ വെക്കാനുള്ളതും മേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ള പതിവ് ചോദ്യത്തിനുള്ള മറുപടി ആദ്യം തന്നെ പറയാം. ഇതൊരു 40 രൂപ തൊട്ട് മുകളിലോട്ട് നമുക്ക് സെയിൽ ചെയ്യാം, ഹെയർ ബോയ് ആണെങ്കിൽ കേട്ടോ. ഇനി നിങ്ങൾ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ അല്ലെങ്കിൽ ബണ്ണിലോട്ടോ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25 രൂപ മുതൽ മുകളിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എന്താണ്, ഇതേ സെയിം ഫ്ലവർ മേക്ക് ചെയ്ത് നമുക്ക് കുഞ്ഞു വാവകളുടെ ഉടുപ്പിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഷോ ബട്ടൺ പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ലീഫിന് വേണ്ടി 2 ലീഫ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുപോലെ അപ്പുറത്തെ സൈഡും കൂടെ നമ്മളിതുപോലെ മേക്ക് ചെയ്ത് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോൺ എന്നെ എപ്പോഴും പറ്റിക്കും കേട്ടോ, നന്നായിട്ട് ചൂടാവും. അപ്പോൾ ഫങ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി കട്ടായിപ്പോവും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓഫായിരിക്കും, ഞാനതറിയത്തില്ല. മേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ക്യാമറ ഓഫായി കിടക്കും കേട്ടോ. പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ പറ്റിയതാണ്. ഇപ്പോഴും ഈ ഒട്ടിക്കുന്ന സംഭവം എടുക്കാൻ പറ്റിയില്ല. അതായത് ഞാൻ വീഡിയോ എടുത്തു, വീഡിയോ നോക്കിയ സമയത്ത് ക്യാമറ ഓഫായിരുന്നു. എന്താണെന്നറിയില്ല, ഫോൺ ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം
വീഡിയോസ് എടുക്കുമ്പോൾ കൂടുതലും എപ്പോഴാട്ടോ വീഡിയോസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് എല്ലാ ഫങ്ഷൻസും അങ്ങ് ഓഫായി പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ ക്യാൻവാസിൽ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ബോയിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മധ്യഭാഗത്തായിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും കൂടി വെച്ചു കൊടുക്കുക. അപ്പോൾ രസമായില്ലേ, ഭംഗിയില്ലേ? ഇതിൽ ഏതൊക്കെ, അതായത് ഞാൻ ആദ്യം കാണിച്ച ഓർഗൻസ റിബണിൽ ഏതൊക്കെ കളേഴ്സ് വെച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ബോസ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്തതാണ്, പിന്നീട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ ഒരു സംഭവം. പലതും എല്ലാം പല മോഡൽസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നും കൂടി ഒന്ന് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ തോന്നുന്നത് ഏതാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.